ഞാനിന്നിവിടെ സദ്യക്കൊപ്പവും അല്ലാതെയും കഴിക്കാൻ പറ്റുന്ന ഒരു പയർ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പായസത്തിന് വേണ്ടിയിട്ട് 1 കപ്പ് പയർ, സാധാരണ പയറാണ്, പച്ചപ്പയർ എടുത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പയർ അടുപ്പേ തന്നെ ഇട്ടേക്കരുത്, കല്ല് പോലെ ആയിപ്പോവും. പിന്നെ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര നമുക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഉരുക്കി വയ്ക്കാം. പയറൊന്ന് വറുത്ത് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പയറൊന്ന് തണുക്കുമ്പോഴത്തേക്ക് ശർക്കരയൊക്കെ ഒന്ന് ഉരുകി ഒന്ന് പരുവായി വരട്ട്. പയർ ഞാൻ മിക്സിക്കകത്തിട്ട് നല്ലോണം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് പാറ്റി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ശർക്കര പാനിയാകുമ്പോഴത്തേക്ക് നമുക്കതൊന്ന് കുക്കറിനകത്ത് വെച്ച് വേവിക്കാം. ശർക്കര പാനിയായിക്കൊണ്ടിരിക്കുവാണ്. പയറൊക്കെ വൃത്തിയാക്കി കുക്കറിനകത്തോട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗ്യാസിലോട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കുക്കർ. ഒരു 3 വിസിൽ കേട്ടാൽ മതി. ആദ്യത്തെ തന്നെ നല്ല തീയിൽ ചൂട് ഉള്ള ഒരു വിസിൽ കേൾക്കണം. അതിനുശേഷം കുറച്ച് തീ കുറച്ച് വെച്ച് 2 വിസിലൂടെ കേട്ടാൽ മതി. പയറൊക്കെ തണുത്ത് ശർക്കര ഞാൻ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ശർക്കര ഒന്നും കൂടെ പയറുമായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം ഒന്നും കൂടെ ഒന്ന് ചൂടാക്കുവാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് കട്ട പാൽ, തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഏലക്കാപ്പൊടിയും സ്വല്പം ചുക്കുപൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. തേങ്ങാപ്പാലായതുകൊണ്ട് ഒരുപാട് അങ്ങ് വേവിക്കരുത്, പാലൊന്ന് പിരിഞ്ഞു പോവും. തേങ്ങാപ്പാലായിട്ട് വെന്ത് ശരിയാവുകയാണ്. അതിനകത്ത് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മൂപ്പിച്ച് പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വെച്ച് നോക്കാവുന്നതാണ്. എളുപ്പം തന്നെ, വളരെ ഈസി ആയിട്ട് എളുപ്പം വെച്ച് നോക്കാൻ പറ്റുന്ന പായസമാണ്. നല്ല ടേസ്റ്റിയായ പായസമാണ്. എല്ലാവരും വെച്ച് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പായസം റെഡിയായി. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ട് മൂപ്പിച്ച് പായസത്തിലെല്ലാം ഒഴിച്ച് പായസം റെഡി ആയിട്ടുണ്ട്.